ഒരിക്കലും ഞങ്ങൾ അന്വേഷിച്ച് വരരുത്. ഞാൻ വരും. എനിക്ക് 2-3 ആൾക്കാരെ കൊണ്ടുപോകാണ്ട്. പറ്റില്ല. ഞങ്ങൾ അത്ര ഇഷ്ടത്തിലാണ്. വർഷങ്ങളോളായിട്ട് ഞങ്ങൾ ഇഷ്ടത്തിലാണ്. എല്ലാവരും ഞങ്ങളോട് ക്ഷമിക്കുക. ഞാനും വിഷ്ണു തമ്മിലുള്ള കല്യാണത്തിന് എനിക്ക് താല്പര്യമില്ല. എല്ലാവരും കൂടെ നിർബന്ധിച്ച കാരണമാണ് ഞാൻ എല്ലാത്തിനും സമ്മതം മൂടിയത്. ഞാനും ഏട്ടനും വർഷങ്ങളോളായി ഇഷ്ടത്തിലാണ്. അത് ഒരാൾക്ക് മാത്രമേ അറിയുള്ളൂ, ചേച്ചിക്ക് മാത്രമേ അറിയുള്ളൂ. ചേച്ചി ഒന്നും മിണ്ടാണ്ട് വെക്കുകയായിരുന്നു. കൃത്യമല്ല, എനിക്ക് ഏട്ടല്ലാണ്ട് ഒരിക്കലും ജീവിക്കാൻ പറ്റില്ല. അങ്ങനെ തന്നെയാണ് ഏട്ടനുള്ളത്. അതുപോലെ ഞങ്ങൾ പോയി കഴിഞ്ഞാൽ ആരും അന്വേഷിക്കാനോ പിടിക്കാനോ ഒന്നിനും വരരുത്. വീട്ടുകാരുടെ നിർബന്ധത്തിനാണ് ഞാൻ എല്ലാത്തിനും ഇന്നവരെ സമ്മതിച്ചത്. അല്ലെങ്കിൽ ഇന്ന് ഏട്ടൻ പല നിർബന്ധിച്ചിട്ടോ ബ്ലാക്ക് മെയിൽ ചെയ്തിട്ടോ ഒന്നും കൊണ്ടല്ല ഞാൻ ഈ ഒരു വീഡിയോ എടുക്കാൻ കാരണം. ഞങ്ങൾ പോയി കഴിഞ്ഞാലും ഇതിനെക്കുറിച്ചുള്ള ഒരു പ്രശ്നം ഞങ്ങൾക്ക് രണ്ടുപേർക്കും ഉണ്ടാവരുത്. ഞങ്ങൾ അത്രയും ആത്മാർത്ഥത സ്നേഹിച്ച ആൾക്കാരാണ്. ഞങ്ങൾ എവിടെയെങ്കിലും പോയി ജീവിച്ചുണ്ട്. ഞങ്ങൾ പോയി കഴിഞ്ഞാലും പിന്നെയും ഞങ്ങൾക്കൊരു പ്രശ്നം വരരുത്. അത്രയും ആത്മാർത്ഥമായി സ്നേഹിച്ച കാരണമാണ് ഞാനിപ്പോൾ ഇങ്ങനെ ഒരു വീഡിയോ എടുക്കുന്നത്. എനിക്ക് ഏട്ടല്ലാണ്ട് ഒരിക്കലും പറ്റില്ല. ഞങ്ങൾ അത്രയും ഇഷ്ടത്തിലാണ്. വർഷങ്ങളോളായിട്ട് ഞങ്ങൾ ഇഷ്ടത്തിലാണ്. ഞങ്ങൾ അന്വേഷിച്ച് ആരും വരരുത്. ഞങ്ങൾക്ക് പിരിയാൻ പറ്റില്ല രണ്ടുപേർക്കും. അങ്ങനെ പിന്നെ വീട്ടുകാർ നിജുവിനും എല്ലാ കാര്യങ്ങളും അറിയാം. എല്ലാതും അവളോട് ഞാൻ പറഞ്ഞിട്ടുണ്ട്. അതിനെല്ലാ തെളിവും അവളെ കയ്യിലുണ്ട്. ഈ തെളിവും അവളെ കയ്യിൽ തന്നെ കിട്ടുക. അപ്പോൾ ഒരിക്കലും ഞങ്ങൾ അന്വേഷിച്ച് വരരുത്. ഞാൻ വരും. തിരിച്ചു വരും. എല്ലാ കാര്യവും ശരിയാക്കിയിട്ട്. എനിക്ക് 2-3 ആൾക്കാരെ കൊണ്ടുപോകാണ്ട്. അപ്പോൾ ഞാൻ വരും. ഞങ്ങൾ എവിടെയെങ്കിലും പോയി ജീവിച്ചോട്ടെ. ഇവിടെ ഇല്ലാണ്ടെങ്കിൽ പറ്റില്ല. കഴിഞ്ഞ ദിവസം തുടങ്ങി സോഷ്യൽ മീഡിയനകത്ത് കിടന്ന് കറങ്ങിക്കൊണ്ടിരിക്കുന്ന ഒരു വീഡിയോ ആണ് ഇത്. അതായത് സ്വന്തം ഭാര്യയുടെ അനിയത്തിയായിട്ട് ഒളിച്ചോടി പോകുന്ന ഒരു ഭർത്താവ്. അപ്പം അത് റിലേറ്റഡ് ആയിട്ട് അവർ വീഡിയോ ഷൂട്ട് ചെയ്ത് തന്നെ ഇട്ടേക്കണാണ് ഈ ഒരു സംഭവത്തിനകത്ത്. അപ്പം ഈ ഒരു അവിഹിതം പോലുള്ള കാര്യങ്ങളൊക്കെ ഇങ്ങനെ നോർമലൈസ് ചെയ്ത് കാണിക്കരുത്. അതായത് അതായത് നമ്മൾ ഈ അവിഹിതത്തിനൊന്നും ഞാൻ ഒരിക്കലും സപ്പോർട്ട് ചെയ്യാത്തൊരു കാര്യമാണ്. കാര്യം നമ്മൾ ഒരാളായിട്ടൊരു ജീവിതത്തിനകത്ത് ഇരിക്കുമ്പോൾ അല്ലെങ്കിൽ നമ്മളൊരു കമ്മിറ്റ്മെൻറ്റിനകത്താണ് നമ്മൾ മുമ്പോട്ട് പോകുന്നത്. ഒരു റിലേഷനകത്തിരിക്കുമ്പോൾ എന്ന് പറഞ്ഞാൽ അതൊരു കമ്മിറ്റ്മെൻറ്റ് തന്നെയാണ്. അതിപ്പോൾ അയാളോട് നമ്മൾ കൊടുക്കുന്നത്. ഇപ്പം അയാൾ എത്ര മോശം ആളെന്ന് നിങ്ങൾക്ക് ഉറപ്പുണ്ടെങ്കിൽ നിങ്ങൾ അയാൾ ഇട്ടിട്ട് പോകണം. അതായത് അയാളോട് നിങ്ങൾ പറയണം, അതായത് എനിക്ക് ഈ ബന്ധം മുന്നോട്ട് പോകാനായിട്ട് താല്പര്യമില്ല എന്ന് പറഞ്ഞിട്ട് നിങ്ങൾക്ക് ആരുടെ കൂടെ വേണമെങ്കിലും പോവാം. അതിനകത്ത് തെറ്റില്ല. പക്ഷേ നിങ്ങൾ അവരുടെ കൂടെ റിലേഷനകത്ത് ഇരിക്കുമ്പോൾ നിങ്ങളും അവരുമായിട്ടുള്ള ഒരു ഇതുണ്ട്. അപ്പോൾ ആ ഒരു സംഭവത്തിന് അതിനിടയ്ക്ക് വേറൊരാൾ കടന്നു വന്ന് പിന്നെ അയാളുടെ കൂടെ പോയി. ഇവിടെ എന്ന് പറയുമ്പോഴത്തേക്ക് ഭാര്യയുടെ അനിയത്തി തന്നെയാണ്. ഭാര്യയുടെ അനിയത്തിയുടെ കൂടെ ഒളിച്ചോടി പോയിട്ട് അതിനെന്തോ ഭയങ്കര മറ്റേ ട്രൂ ലവ് ഒക്കെ ആയിട്ടാണ് അവർ ആ വീഡിയോനകത്ത് പറയുന്നത്. ഞങ്ങൾ അത്രയും സ്നേഹത്തിലാണെന്നൊക്കെ പറഞ്ഞിട്ട് അതായത് ഒരു ഉളുപ്പും ഇല്ലാണ്ട് വന്നിട്ട് അത് വീഡിയോ എടുത്തിട്ട് അത് ഈ വീഡിയോ ലീക്കായത് വല്ലതൊക്കെ ആയിരിക്കാം. അതായത് അല്ലെങ്കിൽ ഇവർ ചിലപ്പോൾ ഇതിനി ഞങ്ങളാരെ അന്വേഷിക്കരുത് എന്നൊക്കെയുള്ള രീതിക്കാണെങ്കിൽ പുറത്തു വിട്ടതായിരിക്കാം. എന്ത് രീതിക്കാണെങ്കിലും ഇങ്ങനത്തെ കാര്യങ്ങളെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അതിപ്പോൾ ഈ മെയിനായിട്ട് അത് ഈ ഒരു സീരീസുകളുടെയൊക്കെ ഒരു എഫക്റ്റ് ആയിട്ടൊക്കെ എനിക്ക് തോന്നുന്നുണ്ട് കേട്ടോ. ഇപ്പം മിക്ക സീരീസുകളിലും ഇവരൊക്കെ സീരീസിൻ്റെ ആൾക്കാരാണെന്ന് പറഞ്ഞിട്ടുണ്ടോ. പക്ഷേ ഇപ്പോൾ നമ്മുടെ ഇപ്പോഴത്തെ ഈ ഒരു തലമുറ എടുത്തു കഴിഞ്ഞാലും അവിടെയും ഇതേപോലെ തന്നെ ഈ അവിഹിതങ്ങൾ, അഫെയർ, അതേപോലെയുള്ള പല എക്സ്ട്രാ മാരിറ്റൽ കാര്യങ്ങളൊക്കെ നമുക്ക് കാണാൻ പറ്റും. കാര്യം എന്താണ് ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോഴത്തെ ഒരു പോക്കും കാര്യങ്ങളൊക്കെ അങ്ങനെ തന്നെയാണ്. കാര്യം ഒരാളിൽ ഒതുങ്ങാൻ പറ്റാത്ത രീതിക്കാണ് ഇപ്പോഴത്തെ നമ്മുടെ ഒരു സമൂഹം പോയിക്കൊണ്ടിരിക്കുന്ന ആ ഒരു സ്റ്റേജിനകത്തേക്ക് തന്നെയാണ്. ഇനി ഭാവിയിൽ ഈ ഒരു സംഭവം കൂടിയേ വരത്തുള്ളൂ. അപ്പോൾ ഇതിന് എന്തെങ്കിലും ഒരു നമുക്ക് പ്രത്യേകിച്ച് അതായത് നിങ്ങൾക്ക് ഒരാളുമായിട്ട് വേറൊരാളെ ഒരു താല്പര്യം ഉണ്ടെങ്കിൽ നിങ്ങൾ അതായത് നിലവിലുള്ള റിലേഷൻ അങ്ങ് ബ്രേക്കപ്പ് ചെയ്യുക എന്നേ ഞാൻ പറയുള്ളൂ. അത് നമുക്ക് പറയാൻ മാത്രമേ പറ്റുള്ളൂ. പിന്നെ ഇതൊക്കെ അവനവൻ്റെ ഇഷ്ടമാണ്. അറ്റ് എൻഡ് ഓഫ് ദി ഡേ എന്ന് പറഞ്ഞാൽ അത് അവനവൻ്റെ ഇഷ്ടമാണ്. നമുക്ക് ഒരിക്കലും ഒരാളോട് നിങ്ങൾ ഇങ്ങനെ ചെയ്തില്ലെങ്കിൽ ഞാൻ മറ്റേത് ഈ മറിച്ച് അങ്ങനെയൊന്നും നമുക്ക് പറയാൻ പറ്റില്ലല്ലോ. നമുക്ക് ഇതല്ലേ പറയാൻ പറ്റുള്ളൂ. ഇത് പറയുന്നത് ആരെങ്കിലും കേട്ടാൽ നല്ലത് എന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ. കാര്യം ഈ അവിഹിതങ്ങൾ പോലുള്ള കാര്യങ്ങൾ ദയവ് ചെയ്ത് ചെയ്യാണ്ടിരിക്കുക. കാര്യം അത് അറിഞ്ഞു കഴിയുമ്പോഴത്തേക്കും ആ ഓപ്പോസിറ്റ് നിങ്ങളുടെ നിൽക്കുന്ന നിങ്ങളുടെ ഒരു
പാർട്ട്ണർ ഉണ്ടല്ല, അയാളുടെ മനസ്സ് അതായത് നിങ്ങൾക്ക് ഈ ഒരു സംഭവം വന്നു കഴിഞ്ഞാൽ നിങ്ങൾ എത്രത്തോളം ഫീൽ ചെയ്യുമെന്ന് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക. അപ്പോഴാണ് നമുക്ക് അതിൻ്റെ ഒരു ഫീലും കാര്യങ്ങളൊക്കെ മനസ്സിലാവുള്ളൂ. അല്ലെങ്കിൽ നമ്മൾ ജസ്റ്റ് നമ്മുടെ ഒരു സുഖം ഇങ്ങനെ നമ്മുടെ മാരേജിനകത്ത് ഇരിക്കുക, അല്ലെങ്കിൽ നമ്മൾ റിലേഷനകത്ത് ഇരിക്കുക, വേറൊരു റിലേഷൻ ഉണ്ടെന്ന് പറയുമ്പോഴത്തേക്കും ചിലർക്കൊക്കെ അതൊരു ഭയങ്കര ഫാൻറ്റസിയും കാര്യങ്ങളൊക്കെ ആയിരിക്കാം. അല്ലാന്ന് ഞാൻ പറയുന്നില്ല. ഭൂരിഭാഗം പേർക്കും അല്ലെങ്കിൽ കുറേ പേർക്കൊക്കെ അങ്ങനത്തെ ഫാൻറ്റസിയും കാര്യങ്ങളൊക്കെ ഉണ്ടായി എന്ന് വരാം. പക്ഷേ എന്നാലും നിങ്ങൾ ആലോചിക്കേണ്ടതെന്ന് പറഞ്ഞാൽ നിങ്ങളുടെ ഓപ്പോസിറ്റ് നിങ്ങളുടെ പാർട്ട്ണറിന് ഇതെങ്ങനെ ഫീൽ ചെയ്യും, നിങ്ങളാണ് ആ പാർട്ട്ണറിൻ്റെ സ്ഥാനത്തെങ്കിൽ എങ്ങനെ ഫീൽ ചെയ്യും എന്ന് നിങ്ങൾ ആലോചിച്ചിട്ട് ഈ വക പരിപാടിക്കൊക്കെ പോകാണ്ടിരിക്കുകയെന്നേ ഞാൻ പറയുള്ളൂ. അത് നിങ്ങൾ ആലോചിച്ചില്ലെങ്കിലും നിങ്ങൾ ആ ഒരു റിലേഷൻ ബ്രേക്കപ്പ് ആയതിനു ശേഷം നിങ്ങൾക്ക് എന്തോ ചെയ്യും, ആരുടെ കൂടെ വേണേ പോകാം, എന്തോ ചെയ്തോ. പക്ഷെ ആ ഒരു റിലേഷനകത്ത് ഇരിക്കുമ്പോൾ അതിൻ്റേതായ ഒരു കമ്മിറ്റ്മെൻറ്റും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതൊരിക്കലും തകർക്കാൻ പാടില്ല എന്നേ ഞാൻ പറയുള്ളൂ. എനിക്ക് ഇത്രയാണ് ഇതിനകത്ത് പറയാനുള്ളത്. അപ്പോൾ എന്താണ് ഇതിനെപ്പറ്റി നിങ്ങൾക്ക് പറയാനുള്ളത്? വീഡിയോയുടെ വീഡിയോ ഇഷ്ടപ്പെട്ടല്ല സബ്സ്ക്രൈബ് ചെയ്യുക. പലർക്കും അടുത്തൊരു വീഡിയോ കാണാനായിട്ട്